ഇന്ന് 2026 ജൂൺ 7 ഞായറാഴ്ച നമുക്ക് വലിയൊരു നഷ്ടം സംഭവിച്ച ദിവസമായിരുന്നു ഇന്നലെ. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടനും മിമിക്രി താരവും ഒക്കെയായിരുന്ന സലീം കുമാർ ഇന്നലെ രാത്രി നമ്മളെ വിട്ടുപോയി. കഴിഞ്ഞ കുറച്ചു കാലമായി ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നെങ്കിലും ഇത്ര പെട്ടെന്ന് ആ ചിരി മാഞ്ഞു പോകുമെന്ന് നമ്മളാരും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. മലയാളിക്ക് ചിരിയുടെ പുതിയ വ്യാകരണവും ഭാവവും ഒക്കെ സമ്മാനിച്ച മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച നടന്മാരിൽ ഒരാളെയാണ് നമുക്ക് നഷ്ടമായത്. മിമിക്രി വേദികളിൽ നിന്ന് തുടങ്ങി ചെറിയ വേഷങ്ങളിലൂടെ സിനിമയിലെത്തി പിന്നീട് മലയാള സിനിമയിലെ ഹാസ്യ നടന്മാരിൽ ഒന്നാം നിരയിലേക്ക് അദ്ദേഹം വളർന്നു. ഒരേ ലേബലിൽ ഒതുങ്ങിപ്പോകാതെ ആദാമിൻ്റെ മകൻ അബുവിലൂടെയും അച്ഛൻ ഉറങ്ങാത്ത വീടിലൂടെയുമൊക്കെ ഗൗരവമുള്ള കഥാപാത്രങ്ങളും തനിക്ക് വഴങ്ങും എന്ന് തെളിയിച്ചു. 1996 ഇറങ്ങിയ ഇഷ്ടമാണ് നൂറുവട്ടം ആണ് ആദ്യ സിനിമ. തമിഴ്, ബംഗാളി ഭാഷകളിൽ ഉൾപ്പെടെ 300-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചു. 3 സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തു. ഒരു എഴുത്തുകാരൻ, തിരക്കഥാകൃത്ത് എന്നീ നിലകളിലൊക്കെ തൻ്റെ കഴിവ് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. അച്ഛൻ ഉറങ്ങാത്ത വീട്ടിലെ അഭിനയത്തിന് മികച്ച 2ാമത്തെ നടനുള്ള പുരസ്കാരം നേടി. ആദാമിൻ്റെ മകൻ അബുവിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി. അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിന് മികച്ച ഹാസ്യ നടനുള്ള സംസ്ഥാന പുരസ്കാരം നേടി. സ്വയം എഴുതി സംവിധാനം ചെയ്ത കറുത്ത ജൂതന് 2016 മികച്ച കഥാകൃത്തിനുള്ള സംസ്ഥാന പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. സിനിമയ്ക്ക് പുറത്തും സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ തൻ്റെതായ നിലപാടുകൾ അദ്ദേഹം നർമ്മം കലർത്തി നിരന്തരം പങ്കുവച്ചുകൊണ്ടേയിരുന്നു. ആരോഗ്യപരമായ പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോഴും സ്വതസിദ്ധമായ തമാശയും ശുഭാപ്തി വിശ്വാസവും കൈവിടാതെ അദ്ദേഹം തിരിച്ചു വന്നു. ഒടുവിൽ ചെറുത്തുനിൽപ്പ് അവസാനിപ്പിച്ച് അദ്ദേഹം വിടവാങ്ങുമ്പോൾ മലയാള സിനിമയിലെ വലിയൊരു അധ്യായത്തിനാണ് തിരശീല വീഴുന്നത്. സലീം കുമാർ എന്ന അതുല്യ നടന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഹലോ മലയാളം ഇവിടെ തുടങ്ങുകയാണ്.